നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ കൊളോറാഡോയാണ്. ഇന്റർ മയാമിയുടെ മൈതാനമായ ചേസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് പരിക്കേറ്റത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ന്യൂയോർക്ക് റെഡ് ബുൾസിനോട് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം ന്യൂയോർക്ക് സിറ്റി FC-യോട് സമനില വഴങ്ങി ഏറ്റവും ഒടുവിൽ ചാമ്പ്യൻസ് കപ്പിൽ മെക്സിക്കൻ ക്ലബ്ബായ മോണ്ടെറി ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. വിജയം മാത്രമായിരിക്കും ഇന്റർ മയാമി ലക്ഷ്യം വെക്കുക. ലയണൽ മെസ്സി പരിക്കിൽ നിന്നും ഏറെക്കുറെ ഇപ്പോൾ മുക്തനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിൽ കുറച്ച് സമയം ലയണൽ മെസ്സി പകരക്കാരന്റെ രൂപത്തിൽ കളിച്ചേക്കാം, അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പരിശീലകൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. മത്സരത്തിന് തൊട്ടു മുന്നെയാണ് അക്കാര്യം തീരുമാനിക്കുക എന്നാണ് ഇതേക്കുറിച്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ലയണൽ മെസ്സി കളിച്ചാൽ അത് തീർച്ചയായും ഇന്റർ മയാമിക്ക് ഏറെ ഊർജം പകരുന്ന ഒരു കാര്യമായിരിക്കും. ലൂയിസ് സുവാരസിന്റെ മികവ് ഇന്റർ മയാമിക്ക് ആശ്വാസകരമാണ്. പക്ഷെ മധ്യനിരയും അതുപോലെ തന്നെ പ്രതിരോധ നിരയും ഒക്കെ വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ ഇന്റർ മയാമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് ഇന്റർ മയാമി തന്നെയാണുള്ളത്. അതേസമയം എതിരാളികളായ കൊളോറാഡോ വെസ്റ്റേൺ ലീഗിൽ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.